1957 മുതൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പരസ്യമായും രഹസ്യമായും ഒരുപാട് മണ്ഡലങ്ങളിൽ ഡീലുകൾ ഉണ്ടായിട്ടുണ്ട്. പരസ്യമായിട്ടും ഉണ്ടായിട്ടുണ്ട്, രഹസ്യമായിട്ടും ഉണ്ടായിട്ടുണ്ട്. ജനസംഘവുമായി 77 പിന്നെ തലശ്ശേരിയിലും കൂത്തുപറമ്പിലും ഒക്കെ പിണറായി വിജയനും മാരാരും ഒക്കെ കെ ജി മാരാർ BJP-യുടെ കെ ജി മാരാരും പിണറായി വിജയനും ഒക്കെ മത്സരിച്ച് CPM-ൻ്റെ പിണറായി വിജയനൊക്കെ മത്സരിക്കുമ്പോഴും ഡീലുണ്ടായിട്ടുണ്ട്. പരസ്യമായി തന്നെ ഡീലുണ്ട്. അതുപോലെ കോലീബി സഖ്യം, കോൺഗ്രസ് ലീഗ് BJP സഖ്യം ഉണ്ടായിട്ടുണ്ട് വടകരയിൽ. അതുപോലെ തന്നെ രത്നസിംഗ് മത്സരിച്ചപ്പോൾ ഒരു ഡീലുണ്ടായിട്ടുണ്ട്. ഡോക്ടർ മാധവൻകുട്ടി വടകരയിൽ മത്സരിച്ചപ്പോൾ സപ്പോർട്ടുണ്ട്. അങ്ങനെ വലിയ ഡീലുകളുണ്ട്. പക്ഷേ ആ ഡീലുകളെല്ലാം പോയി പുതിയൊരു ഡീലിൻ്റെ കഥയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ ഡീലിൻ്റെ കഥ മണ്ഡലാടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് വ്യത്യാസം. അതായത് പിന്നെ ഒരു നിയമമണ്ഡലത്തിൽ SDPI ശിവൻകുട്ടിയെ സഹായിക്കുമ്പോൾ അതേ SDPI തന്നെ മറ്റൊരു മണ്ഡലത്തിൽ കോൺഗ്രസിനെയാണ് സഹായിക്കുക. അതേ SDPI തന്നെ വേറൊരു മണ്ഡലത്തിൽ BJP സഹായിക്കുന്നുണ്ട്. ഇത് വളരെ രസകരമാണ് ഇതിനകത്തുള്ള കാര്യം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും BJP തന്നെ CPM-നെ സഹായിക്കുന്ന സ്ഥലങ്ങളുണ്ട്, CPM BJP സഹായിക്കുന്ന സ്ഥലങ്ങളുണ്ട്, കോൺഗ്രസ് BJP സഹായിക്കുന്ന സ്ഥലങ്ങളുണ്ട്, BJP കോൺഗ്രസിനെ സഹായിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇനി BJP വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് CPM കോൺഗ്രസിനെ സഹായിക്കുന്ന സ്ഥലങ്ങളുണ്ട്, കോൺഗ്രസ് CPM-നെ സഹായിക്കുന്ന സ്ഥലങ്ങളുണ്ട്. PDP പല മണ്ഡലങ്ങളിലും പലതരത്തിലാണ് സഹായിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി പരസ്യമായി കോൺഗ്രസിന് വേണ്ടി നിൽക്കുമ്പോൾ രഹസ്യമായി CPM-ൻ്റെ പല മണ്ഡലങ്ങളിലും CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SDPI പരസ്യമായി പറയുന്നത് LDF മൈൻഡാണെങ്കിലും ഈ പറഞ്ഞ പോലെ 2 സ്ഥലത്തേക്കും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലവും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ടുള്ള പുതിയ ഡീലുകളുടെ പുതിയ കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായ കഥകളാണ് വരുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നാളിതുവരെ കാണാത്ത വളരെ ക്രോസ് വോട്ടിങ്ങിൻ്റെ ഒരു പരമ്പരയാണുള്ളത്. കാരണം ഇതുവരെ അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോഴാദ്യമായിട്ടാണ് ഏതു രാഷ്ട്രീയ പാർട്ടിയുമായും എവിടെ വെച്ച് വേണോ പരസ്യമായും രഹസ്യമായും ചർച്ച നടത്തുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള നിലയിലേക്കാണ് എല്ലാ കാര്യങ്ങളും. ഇതിനിടയിൽ നമ്മുടെ KC വേണുഗോപാൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടിരുന്നു. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് JP നദ്ദയെ പോയി കാണേണ്ട കാര്യമില്ല പിണറായി വിജയൻ. കാരണം പ്രധാനമന്ത്രിയെ കാണുന്നതും അമിത്ഷാ കാണുന്നതും ഒക്കെ ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. JP നദ്ദയും പിണറായി വിജയനും തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ JP നദ്ദയെ പോയി കാണുകയും അടച്ചിട്ട മുറിയിൽ സംഭാഷണം നടത്തുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണം KC വേണുഗോപാൽ പുറത്തു വച്ചിട്ടുണ്ട്. ഇതിൻ്റെ ശരിതെറ്റുകളൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എല്ലാം ഇങ്ങനെ എയറിൽ കിടക്കുകയാണ്. അതുപോലെ RSSകാരുമായി നല്ല സഖ്യത്തിലാണ് ശ്രീ M വഴിയൊക്കെ നല്ല സഖ്യത്തിലാണ് പിണറായി വിജയൻ എന്നുള്ള മറ്റൊരു വാദമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള റൂമറുകളും ഫേക്ക് ന്യൂസുകളും എല്ലാം കൂടി ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ വളരെ രസകരമായിട്ടാണ് കേരളത്തിലെ ഡീൽ രാഷ്ട്രീയം നടക്കുന്നത്. ഇതിനിടയിൽ പലർക്കും പണം കൊടുത്തതായി പറയുന്നു, പണം കിട്ടിയതായി പറയുന്നു. സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ മോഹിപ്പിക്കാൻ പ്രേരിപ്പിക്കാൻ പലതും ഡോളായും പണമായും കിറ്റായും അങ്ങനെ കൊടുത്തു എന്ന് പറയും. ഇങ്ങനെ പല തരത്തിലുള്ള സ്വാധീനങ്ങളും ഡീലുകളും ഉൾപ്പെടുന്ന വളരെ വിചിത്രമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് ജയിക്കും, ആര് തോൽക്കും, എവിടെ ആരോടൊക്കെയാണ് വോട്ട് കച്ചവടം നടത്തുക എന്ന് നമുക്കറിയത്തില്ല. പിന്നെ മതസംഘടനകളും ജാതി സംഘടനകളും അവർ സംഘടിതമായി പല സ്ഥലങ്ങളിലും ഒരു യൂണിറ്റായിട്ടൊക്കെ നിൽപ്പുണ്ട്. അവരും അതിൻ്റെ നേതാക്കൾ പലരുമായിട്ടും ഡീലുണ്ടാക്കും. ഓരോ പാർട്ടിയുടെ അതനുസരിച്ച് അവർ ചിലപ്പോൾ സാമ്പത്തിക സഹായം സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ല സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാനല്ല, സംഘടനയ്ക്ക് വേണ്ടി ചില സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ജയിച്ചു വന്നാൽ ഞങ്ങൾക്ക് ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞു സംഘടനകൾ 100,000 സംഘടനയുണ്ട് കേരളത്തിൽ. അവരൊക്കെ ഒത്തുതീർപ്പുകളിലേക്ക് പോകും. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള കൗതുകകരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ വോട്ട് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും, ആദർശം പറയില്ല. ആദ്യത്തെ വാഗുകൊണ്ട് പറയും ഇത് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, തത്വാധിഷ്ഠിത നിലപാടെന്ന് പറയും. കുറച്ച് കഴിഞ്ഞ് ഇന്ന പാർട്ടിയുടെ വർഗീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇന്ന മതസംഘടനയുടെ വോട്ട് വാങ്ങൂലേ എന്ന് ചോദിച്ചാൽ പിന്നെ വോട്ട് ആരുടേതായാലും ജനാധിപത്യത്തിൽ വാങ്ങാതിരിക്കാൻ പറ്റുമോ എന്ന് ഒരു വാഗുകൊണ്ട് തന്നെ ചോദിക്കും. 2 സമയത്തും ചോദിക്കും, ഒരേ സമയം തന്നെ ചോദിക്കുന്ന കേസുകളുണ്ട്. അപ്പോൾ ആര് വോട്ട് തന്നാലും സന്തോഷം എന്ന് പറയുകയും മറിച്ച് തത്വാധിഷ്ഠിത നിലപാടെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന വളരെ വിചിത്രമായൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താവും നമുക്കിപ്പോൾ ഒരു കാരണവശാലും പ്രവചിക്കാൻ കഴിയത്തില്ല. LDF വരുമോ വീണ്ടും മൂന്നാമതും, അതോ UDF കൊണ്ടുപോകുമോ, വലിയ ഭൂരിപക്ഷത്തിൽ കൊണ്ടുപോകുമോ, അതോ കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകുമോ? ഇതിനിടയിൽ BJP ശക്തമായ സാന്നിധ്യമായി നിന്നുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം മറ്റ് കുറേ സ്ട്രാറ്റജികൾ കൂടി വർക്കൗട്ട് ചെയ്യാത്തതിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രശ്നമുണ്ട് ഇപ്പോൾ BJPക്ക്. അത് മറികടക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJPക്ക് കേരളത്തിൽ വേരൂതാൻ നിന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതിന് പറ്റുമോ എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാം. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഡീലോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഒരു തത്വവും ന്യായവും ആദർശവും മൂല്യവും ഒന്നുമില്ലാതെ
ജയിക്കുക എന്നുള്ള മിനിമം അജണ്ടയിലേക്ക് കേരള രാഷ്ട്രീയം വന്നു എന്നുള്ളതാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വലിയ ഡീല്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ഡീലുണ്ടാക്കുമ്പോൾ ജനങ്ങൾ ആരുമായിട്ടാണ് ഡീലുണ്ടാക്കുക?